അപ്പം മല്ലിമുളകെല്ലാം അരച്ചിട്ട് തീരാനായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ കറി നല്ല തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് വാങ്ങാം കേട്ടാ. അമ്മ തകൃതിയായ പണിയില്ലാന്നല്ല. നമുക്കൊരു എല്ലാം വറുത്തരച്ചിട്ടുള്ള ഒരു ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് പണ്ടേത്തെ രീതിയിലല്ലേ. മല്ലിയും മുളകും എല്ലാം വറുത്തരച്ചിട്ട്. അമ്മീന്നാ വറുത്തരക്കുന്നത്? അമ്മീനാണെങ്കിൽ അമ്മീന്ന് ഇറക്കാം, അല്ലെങ്കിൽ മറ്റേ മിക്സിയിൽ നിന്ന് ഇറക്കുന്ന അങ്ങനെ ഇറക്കാം. അങ്ങനെയാണെങ്കിൽ ഇറക്കാം. നമുക്ക് ആദ്യം നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിനി മല്ലി മുളകെല്ലാം വറുത്തരച്ച ഒരു ചിക്കൻ കറി കാണിക്കുമോന്ന്. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ മല്ലിയും മുളകെല്ലാം എടുത്തിട്ടുണ്ട്. രണ്ടും ഉണ്ടല്ലോ അമ്മ മുളക്? അതെ, കുംട്ടിയുണ്ട് നട്ടിയുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് വറുത്തെടുക്കണം. പിന്നെ നമ്മളെ അമ്മമ്മ വന്നിട്ടുണ്ടേ. അമ്മമ്മ തകൃതിയായ കുഞ്ഞുള്ളിയെല്ലാം പൊളിക്കുന്ന തിരക്കിലാണ്. അമ്മമ്മ എങ്ങനെയുണ്ട് നമ്മളെ പൂച്ചക്കുഞ്ഞി? രണ്ടാളും നല്ല കമ്പനിയായ. ഇപ്പൊ മല്ലിയും മുളകും മഞ്ഞളും കൂടി വറുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വറുക്കുമ്പോ. അങ്ങനെ ചോപ്പ് വറുത്താവണം. നല്ലവണ്ണം വറുത്താവണം. അങ്ങനെ ഉണ്ട് പാകം. കഴിയാൻ പാടില്ല. നല്ലൊരു ഇങ്ങനെ കടിച്ചാൽ ഇങ്ങനെ കറുമുറിയാകുമ്പോൾ അടുത്ത് നല്ല ചൂടുണ്ട്. ചോറ് വെച്ചാൽ ഇപ്പം മല്ലിയും മുളകും നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ആ ചട്ടിയിൽ തന്നെ നമുക്ക് തേങ്ങ വറുത്ത് കൊടുക്കുക. തേങ്ങയും എല്ലാം വറുത്തരച്ചിട്ടില്ല. നല്ല പണ്ടേത്തെ ആ ഒരു രീതിയിൽ ചിക്കൻ കറിയാണ് നല്ല ഉണ്ടാക്കുന്ന. പിന്നെ വിറകടുപ്പിലും കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-6 അല്ലി വെളുത്തുള്ളി മതിയാവുമല്ലോ അമ്മ. പിന്നെ നമ്മൾ ചിക്കനിൽ ചേർക്കുകയും ചെയ്യില്ലേ വേറെ തന്നെ? അതെ. ശേഷം വാടി കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അമ്മമ്മ പണ്ടല്ലേ ഇതേപോലെ അല്ലേ കറി വെക്കല്? അതേപോലെ വറുത്തായിട്ട് എല്ലാം വറുത്ത് അമ്മീമ്മല അരച്ച് കറി. അതിന്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ? ഇപ്പല്ലേ ഈ പൊടിയും ഇതെല്ലാം വന്ന്. ഇപ്പൊ എല്ലാവർക്കും ബേബേ ആവണ്ടല്ലോ ഓൾറെഡി. ഗ്യാസ്, അടുപ്പ്, പണ്ടെല്ലാം അരച്ചാലും വറുത്താലും ഒക്കെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് വറുത്താവുമ്പോ കുറച്ച് ജീരകം കൂടി ചേർത്താല് ആയല്ലമ്മ. മല്ലിമുളകെല്ലാം വറുത്തരക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞളും കൂടി അരക്കുന്നുണ്ട് കേട്ടാ. മഞ്ഞളെല്ലാം അരച്ചു. രുചി ചിക്കൻ മുറിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അരച്ചേക്കായി. പിന്നെ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളകും കൂടി ഇതിൻ്റെ ഒന്നിച്ച് അരക്കുന്നുണ്ട്. അപ്പം മല്ലി, മുളക്, മഞ്ഞൾ, കുരുമുളക്. മുളക് 2 സൈസ് മുളകുണ്ട്. സാധാ നമ്മളെ മുളകും പിന്നെ കുംട്ടി മുളകും ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതാ തേങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇതിലും കുരുമുളക് ഇട്ട് കൊടുത്തിന് അല്ലേ? കുരുമുളക്, ജീരകം, പിന്നെ കരിയാപ്പ്, പിന്നെ വെളുത്തുള്ളി അതെല്ലാം ഇട്ടിട്ടാണ് വറുത്തിട്ടില്ല. ഇത് വറുത്തിറക്കുമ്പോൾ ഒരു പ്രത്യേകമാണ് അല്ലേ? പണ്ടേത്തെ ഓർമ്മ വരുന്നത് ഇങ്ങനെ വറുത്തരച്ച് കറി വെക്കുന്നതിൻ്റെ. അതെ, മീനായാലും സാമ്പാറായാലും അന്നേരം ഇങ്ങനെ അമ്മി മരച്ചിട്ടുണ്ട് വെക്കല്. നമ്മിപ്പോൾ പൊടിയെല്ലാം മില്ലിൽ നിന്ന് മേടിക്കുന്ന പൊടിയായാലും പക്ഷെ ഈ നമ്മ മല്ലിമുളക് ഇങ്ങനെ വറുത്ത് അരച്ചിട്ട് കറി വെക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം മല്ലിയെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വറുത്തിട്ട് മിക്സിയിൽ പൊടിച്ചാൽ നല്ലൊരു മണല്ലേ? നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം മല്ലിമുളകെല്ലാം അരച്ചിട്ട് തീരാനായിട്ടുണ്ട്. നല്ല പണിയുണ്ട് അമ്മ. നല്ല മണമുണ്ട്.
പണ്ടെല്ലാം എങ്ങനെയാന്ന് ലോകു ചിക്കൻ കറിയും മീൻ കറിയും എന്ത് കറി ആയാലും അമ്മിയിൽ ഇതേപോലെ മല്ലി മുളകും മഞ്ഞളും കുരുമുളകും എല്ലാം അരച്ചിട്ടാന്ന് കറി വെക്കല്. എല്ലാം അരച്ചിട്ട് വാങ്ങലായി നല്ല നാടൻ കോഴി ഇങ്ങനെ വെച്ചിട്ട് വറുത്തരച്ച് കറി വെക്കണം. കൊതിപ്പിക്കല്ല അമ്മേ, കൊതിപ്പിക്കല്ല. നമുക്ക് ദിവസം വെക്കാം. അതെ, അപ്പൊ നമ്മളത് അരച്ചായിട്ടുണ്ട് കേട്ടാ. കൊറേ നാളായില്ലേ അമ്മീമ്മ അരക്കാത്തത്. അതെ, മഴയായ പിന്നെ അങ്ങനെ അരക്കല് കുറവാണ് അമ്മിയില്. ഇനി അമ്മി ഒന്ന് കഴുകിയെടുക്കണം അല്ലേ? കഴുകണ്ട അല്ലേ? ഇനി നമുക്ക് അരക്കണ്ടേ? അരവും കൂട്ടിയിട്ട് ഇതിന്റെ കഴുകിയ കൂട്ടിയിട്ട് നമുക്ക് ചിക്കൻ അടുപ്പത്ത് വെക്കാം. രണ്ടാമത് തേങ്ങ അരക്കാം. ഇനി തേങ്ങയും കൂടി അരക്കാനുണ്ട് അത്രേ, അതും കൂടി അമ്മി തന്നെ ഇറക്കുന്നത്. ഇത് മൊത്തം നാടൻ രീതിയിലാണ് കറി വെക്കുന്നത്, നാടൻ കോഴിക്കറി. പക്ഷെ കോഴി നാടനല്ല, ബ്രോയിലറാണെന്നതിൽ നാടൻ രീതിയിൽ അല്ലേ? അപ്പോൾ ചിക്കനെല്ലാം മുറിച്ച് നന്നായിട്ട് കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ മസാലയായി കേട്ടോ. മഞ്ഞൾപ്പൊടിയായി, മുളക് പൊടിയായി, കുരുമുളകായി, പൊടിയെന്ന് പറയുന്നത് കുരുമുളകായി, മല്ലിയായി, എല്ലാം കൂടി അരച്ചായി. ഇനിയിത് അതിലേക്ക് ചേർക്കേ വേണ്ടൂ. ചിക്കനിലേക്ക് ആദ്യം കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി പെരക്കി വെക്കുന്നുണ്ടേ. നമുക്കിതാ നമ്മളെ അരച്ച മസാലയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അമ്മിയിൽ അരച്ച ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 200 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി 2 എടുത്തിനമ്മ, ചെറിയ 2 തക്കാളി. അപ്പോൾ ഇതാ അതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അമ്മിയിൽ അരച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ചെറിയ ഉള്ളിയിൽ വെക്കുമ്പോൾ പിന്നെ അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വെല്ലുള്ളിയൊന്നും ചേർക്കുന്നില്ല, മൊത്തം ചെറിയ ഉള്ളിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കറി. ആഹാ, നല്ലൊരു കളറ്, നല്ല മണം. പിന്നെ വിറകടുപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അമ്മി കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വറുത്തരച്ച തെരളം കറി അല്ലേ? കോഴിക്കറി ഇങ്ങനെ വെച്ചാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവും അമ്മ. തേങ്ങ ഒന്നും വറുത്തരക്കണമെന്നേ ഇല്ല, അതും കൂടി ആകുമ്പോൾ ഡബിൾ ടേസ്റ്റ് ആയിരിക്കും. നമ്മളെ ചിക്കൻ അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങയും കൂടി വറുത്ത് അരച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വറുത്ത തേങ്ങ അരച്ച് കഴിയാനായിട്ടുണ്ട്. എന്നെ കളിയാക്കിയാണ് അത്. ഞാൻ പറഞ്ഞു അമ്മയോട് വറുത്തരച്ച തേങ്ങ ആയിട്ടുണ്ട് അല്ല അമ്മയെന്ന് പറയുമ്പോ വറുത്തരച്ച തേങ്ങ കൂടി അരച്ചായിട്ടുണ്ട്. എന്നിട്ട് എന്നോട് വറുത്തരച്ച തേങ്ങ അരച്ചായിട്ടുണ്ട്. എന്നിട്ട് അമ്മയും അതേപോലെ പറഞ്ഞു. നല്ല കളറ് അല്ലേ? അമ്മീന്ന് നിറച്ച ഇങ്ങനത്തെ കളറുണ്ടാവും. പക്ഷെ ഇതിനെക്കാട്ടി കളർ ഉണ്ടാട്ടെ, ഞാൻ അമ്മി കഴുകിയില്ല ഒരിക്കൽ, അല്ലെങ്കിൽ നല്ല കളറുണ്ടാവും. ആ അരവരച്ചിൽ തന്നെ അരച്ചിട്ടുണ്ടെങ്കിൽ ആ അരപ്പ് പിന്നെ ഇറച്ചിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് കഴുകിയില്ലേ, അങ്ങനെ നല്ല കളറുണ്ട്.
വറുത്ത തേങ്ങ വേഗം അരച്ചാവുന്നതല്ലേ മേ? അരച്ച മല്ലിയും മുളകും അരക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തിന്. ഒന്നാമത് നമ്മൾ അമ്മിക്കൊപ്പം മൂർച്ചില്ല, പക്ഷെ തേങ്ങക്ക് ഒറ്റ ഒരു ഉന്തുമ്പോൾ തന്നെ തേങ്ങ വറുത്ത തേങ്ങ അതിലില്ലാതെ 2 പ്രാവശ്യം അരച്ച. കുറേ നാളായി ഇങ്ങനെ നമ്മളെ വീഡിയോ ആദ്യമെല്ലാം കാണുന്നവർക്ക് അറിയായിരിക്കും നമ്മ എപ്പോൾ അമ്മിമ്മ അരക്കല് കേട്ടാ. പിന്നെ അത് മിക്സി മേടിച്ചേ പിന്നെ അമ്മ അരക്കല് കുറച്ച് കുറഞ്ഞിന്. പിന്നെ ഞാൻ പറഞ്ഞു ഒന്നും കയ്യൂല പറയേ, എന്നാലും പണി എടുക്കുന്നതിന് ഒരു കുറവുണ്ടാവില്ല അമ്മക്ക്. അതുകൊണ്ട് ഞാൻ മിക്സി ഉണ്ടായിട്ട് പിന്നെ അമ്മിമ്മ അരക്കാൻ പോകുന്നു. പിന്നെ ഇന്ന് ആ ഒരു കറീൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മ ചെയ്തേ ഇല്ലു. വലിയ മുളകും എല്ലാം വറുത്തരച്ച കറി വേണമെന്ന് നമ്മളെ വീഡിയോയിൽ കമൻറ്റും വന്നിട്ടുണ്ടായിനി, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇത് അരച്ച് നോക്കാമെന്ന് വിചാരിച്ചിന്, തേങ്ങ അരച്ചത്. തേങ്ങ ഈ വറുത്ത തേങ്ങ ഞാൻ തീ പറ്റിച്ച് വരുമ്പോഴത്തേന് അമ്മ അരച്ച് കഴിഞ്ഞിന്. ചിക്കൻ നല്ലോണം തിളച്ചിട്ടുണ്ട്, കിടക്കൊന്ന് ഇളക്കി കൊടുക്കാം. പെരുമഴ കുറേ സമയം പെയ്യാണ്ട് നിങ്ങൾ പെരുമഴ പെയ്യലേ. അപ്പം നമ്മളെ ചിക്കൻ വന്നിട്ടുണ്ടാവും. അതെ, പിന്നെ നമുക്കിതാ തേങ്ങ ചേർത്ത് കൊടുക്കേ, ഒന്ന് കലക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അമ്മ. തേങ്ങ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചെറിയ ഉള്ളിയിൽ നമ്മൾ കൂട്ടിയിട്ടു കൂട്ടിയിട്ടല്ല. നല്ല പൊറോട്ടയും മുട്ടി അടിക്കണം. അല്ല നല്ല പൊറോട്ടയും കൂട്ടി അടിക്കണമെന്ന്. അല്ലെങ്കിൽ പിന്നെ പത്തലായിരിക്കണം. നമുക്കൊരു ദിവസം നാടൻ കോഴിക്കറി ആക്കുമ്പോൾ നമുക്ക് പത്തലും കൂടി ആക്കാം അല്ലേ? നമ്മളെ സ്പെഷ്യലിനായിക്കോട്ട് പൊറോട്ട വേണമെങ്കിൽ പിന്നെ ഒരു ദിവസം എപ്പോഴെങ്കിലും നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഒരു ദിവസം പൊറോട്ട മുമ്പ് നമ്മൾ ആക്കിയിട്ടേ പണ്ടൊരു ദിവസം 2 വട്ടം ആക്കിന്. ഒരു ദിവസം നമുക്ക് ആക്കാം ഹോം മെയ്ഡ് പൊറോട്ട. നമ്മളെ ചിക്കൻ കറിക്കുന്ന ചോറാണ്, ചൂട് ചോറും ചിക്കൻ കറിയാണ്. ചിക്കൻ കറി അപ്പം നന്നായിട്ട് ഒന്ന് തിളക്കട്ടല്ലേ. പോണമ്മ പോണം, കുറച്ച് മതിയേ. മതി. നല്ല കുരുമുളകിന്റെ ഒരു ടേസ്റ്റ് വായിൽ വെക്കുമ്പോ തന്നെ നല്ലൊരു ടേസ്റ്റ്. ഇപ്പൊ ചിക്കൻ കറി വെക്കുന്നുണ്ടെങ്കിലും വാങ്ങാൻ നേരത്ത് ചിക്കൻ പിന്നെ കുറച്ച് കുരുമുളക് നല്ല വെതറിയിട്ട് വാങ്ങിയതിന്റെ ടേസ്റ്റ് ആണ് ആ ചിക്കൻ കറിക്ക്. ആ കുരുമുളകിന്റെ ഒരു ടേസ്റ്റ്. തിളച്ചിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വരലായി. അപ്പോൾ നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതിന് നമ്മളെ ചിക്കൻ കറി റെഡിയാവും കേട്ടാ. ഹായ്, അപ്പം ഞാൻ ചോറ് കഴിക്കലായി. പിന്നെ എൻ്റെ കറി എല്ലാം പച്ചക്കറി ഐറ്റംസാണ്. എനിക്ക് ഇറച്ചി മീനൊന്നും കഴിച്ചുവിടാന്ന് വെച്ചാൽ ആയുർവേദം കഷായം മരുന്നെല്ലാം കഴിക്കുന്നത് കൊണ്ട് മീനെല്ലാം ചിക്കൻ എല്ലാം ഒഴിവാക്കി. അപ്പോൾ ഞാൻ ഇത് ഇപ്പം അച്ചാറും കൊയക്കെല്ലാം അത് കായ് സോറി പച്ചക്കായി അല്ല, ആ ചെറിയ കാട്ടുകായി ഇല്ലേ, അത് വട്ടത്തിൽ വറുത്തത്. പരിപ്പ് കറി അത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. നമ്മ ഇന്ന് വീഡിയോ അപ്പുറത്തുനിന്ന് എടുക്കുന്നത്, അമ്മേന്റെ അടുത്തുനിന്ന്. പിന്നെ അമ്മക്ക് കാല് വേദന കുറച്ച് ദിവസമായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് നടക്കാൻ വേദന സഹിക്കാൻ കഴിയുന്നില്ല. നാളെ നമുക്ക് വിളിച്ചിട്ട് പോവാം. അനിയുടെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അമ്മ ചോറ് കഴിക്കുന്നേരം ഞാനിവിടെ അമ്മേൻ്റെ അടുത്ത് നിന്നിട്ട് എൻ്റെ അപ്പുറത്തേക്ക് പോവാ. ചിക്കൻ കറി ഏകദേശം ആവാനായി. പിള്ളേരെല്ലാം വെയിറ്റിങ്ങിലാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്മ കഴിച്ചോ? അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അമ്മേനും അപ്പുറത്തേക്ക് കൂട്ടലുണ്ട്. നമുക്ക് തീരെ നടക്കാൻ കഴിയില്ല. ഒന്നാമത് നല്ല മഴയുമല്ലേ. കാലെല്ലാം കഴിച്ചു. ആയുർവേദം മാറ്റിട്ട് ഇംഗ്ലീഷിലാരെ കാണിച്ചോക്കിയത്? ഇംഗ്ലീഷ് ആദ്യം തുടക്കത്തിൽ കാണിച്ചു. അമ്മ ആദ്യം ഇംഗ്ലീഷാണ് കേട്ടോ കാണിച്ചുകൊണ്ടുണ്ടായിന്. അത് തീരെ മാറാനിട്ടാണ് ആയുർവേദം കാണിച്ചത്. അതിന് ശേഷമാണ് കുറച്ച് മാറ്റം വന്നതിന്. അത് തന്നെ ഓരോ പറയുന്നത് ഇനിയിപ്പോ ഒന്നും കഴിക്കുന്നില്ലല്ലോ, പിന്നെ എന്തൊന്നും ഇങ്ങനെ വരാൻ പാടില്ല. അല്ലെങ്കിൽ ഇറച്ചി മീന എന്തെങ്കിലും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന നല്ലോണം പൊട്ടിയിട്ട് ഇങ്ങനെ പുണ്ണാവലെല്ലാം ഉണ്ടാവില്ല. ഇപ്പോൾ കുറേ ഇവിടെ വന്നിട്ടും ഇപ്പോൾ 2-3 മാസമായില്ലേ, ഇതുവരെ അമ്മ തൊട്ടിട്ട കൈ കൊണ്ട് ഇറച്ചി മീനൊന്നും. അമ്മ മുന്നേ നല്ല വൃത്തിയോണം കഴിക്കുന്ന ആളാണ്ടായിന്. എങ്ങനെങ്കിലും സുഖാവിട്ട് കഴിച്ചിട്ടാന്ന് നിർത്തിയാണ് അമ്മ. അപ്പൊ അതിനേക്കാൾ കഷ്ടമാണ് വേദന സഹിക്കണം. അപ്പൊ വെരിക്കോസിന് എന്തെങ്കിലും നല്ല ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇതാ നമ്മളെ ചിക്കൻ കറി നല്ല തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് വാങ്ങാം കേട്ടാ. എല്ലാം മണം. അമ്മേൻ്റെ വക ഡെക്കറേഷൻ ഉണ്ട്, കറിവേപ്പില. അമ്മ വലിയ നമ്മളെ മറ്റേ ഇലേനെ പോലെ ഉണ്ടല്ലോ ഒരു വറവാക്കുന്ന സാമ്പാർ ചീര. ഇത് വേറൊരു വെറൈറ്റി കരിയാമ്പില അല്ലേ. എല്ലാരും ചോറ് കഴിക്കലായി. അമ്മയുടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് അധികം ലോകവും ഉണ്ട് ഇടാ, 2 ആളും ഉണ്ട്. അതിനെ പിന്നെ കിട്ടലേ ഇല്ല വീഡിയോയില്. വലിയ ചക്കനാകുന്നോറും വീഡിയോയിൽ വരാൻ എടുക്കുന്നല്ലേ. മിക്കവാറും നമ്മ സ്കൂളിൽ പോയ സമയത്തായിരിക്കും വീഡിയോ എടുക്കല്. അഥവാ നമ്മ വീഡിയോ എടുക്കുന്ന സമയം ലീവിൽ ദിവസമാണെങ്കിൽ ഒന്നടങ്കം കളിക്കാനും പോയിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയുണ്ട് ഇന്ന് അതിനോട് തന്നെ ചോദിക്കാം. നമ്മളെ ചിക്കൻ കറി സൂപ്പർ ടേസ്റ്റ് നോക്കിയാ നമ്മങ്ങനത്തെ വേറെ ഇതൊന്നും കൂട്ടിയിട്ടില്ല. ചിക്കൻ മസാല അങ്ങനത്തെ ഒന്നും, ഗരം മസാല അങ്ങനെയുള്ള സാധനം ചേർത്തിട്ടാ, മല്ലിയില അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടാ, നാടൻ രീതിയിലാന്ന് ആക്കിനി. ലോകൂട്ടൻ്റെ അഭിപ്രായം കേക്കട്ടെ. അമ്മമ്മക്ക് ഇഷ്ടായിട്ടാ അമ്മമ്മ? അമ്മമ്മക്ക് പറ്റിയ കറിയാന്ന്. അധികം എരിവൊന്നും ഇല്ലാന്ന് നേരത്തെ പറഞ്ഞിന് കേട്ടോ അമ്മമ്മ. ഇനി ആക്കിയ ആളോട് ചോദിക്കാം. കുരുമുളക് കൊടുത്തിട്ട് അപ്പൊ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടാ. ആദ്യം നമുക്ക് ചിക്കൻ മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മ പറഞ്ഞ പോലെ തന്നെ അടിപൊളി സൂപ്പർ. നമുക്ക് നല്ല ഇഷ്ടം ചിക്കൻ അമ്മ ചിക്കൻ വെച്ചാല് 1-2 പീസായി കൂടുതലായിരിക്കൂല. അത് നല്ല ഇഷ്ടമായി കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. വറുത്തരച്ച കറി ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാ. നമ്മളെ കമന്റ്സിൽ വന്നെയാണ് മല്ലിയും മുളകെല്ലാം വറുത്തരച്ച് കറി ഉണ്ടാക്കുമെന്ന്. അപ്പം ചോദിച്ചിട്ട് കുറേയായി. അതെ, നമുക്ക് സമയം കിട്ടി. ചോദിച്ചവർക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ. അതുകൊണ്ട് ഇത്രയും നല്ലൊരു കറി കഴിക്കാൻ പറ്റി. നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെ മല്ലി മുളകെല്ലാം വറുത്തരച്ചിട്ട് ചിക്കൻ കറി കഴിച്ചിട്ടാ. പഴമേന്റെ ആ ഒരു ടേസ്റ്റ്, പഴയത്തെ കാലത്തെ കറി പറഞ്ഞാല് അതൊരു കറി തന്നെയാണല്ലോ. അപ്പോ എല്ലാരും ഇതുപോലെ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാരും കമന്റ് അറിയിക്കണം. അപ്പോ നമ്മ ചോറെല്ലാം കഴിച്ചിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കലാണ്. അമ്മമ്മക്ക് നല്ല തണുപ്പ് പിടിച്ചുകൂടാ. എല്ലാവർക്കും തണുപ്പുണ്ട്. തണുപ്പ് ഇങ്ങനെ ആടെങ്ങനെ വെറുതെ ഇങ്ങനെ കിടന്നു. അപ്പൊ പുറത്തേക്ക് പോകുമ്പോ നല്ല തണുപ്പ്.
വാസ്തമ്മ അപ്പുറം ചോറ് വെച്ചിട്ട് കിടക്കേന്ന് നമുക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ട് വസ്തു കാലൊക്കെ അങ്ങനെ തണുപ്പല്ലേ ഒന്നാമത് വേദന കൂടുതലാണ് ഇപ്പം കുറച്ച്. പിന്നെ നാളെ കാണിക്കാൻ പോണം കൂടി പറ്റെങ്കിൽ. പിന്നെ നമ്മളെ ഇന്നത്തെ ചിക്കൻ കറി എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് അറിയിക്കണം. അപ്പൊ നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. കുറച്ച് പണിയുണ്ട്, തേങ്ങയും ഇത് അല്ല അമ്മിമന്നെ ഇറക്കണമെന്നില്ല, എല്ലാം വറുത്തിട്ട് മിക്സിയിൽ അരച്ചാലും മതി. അതെ, പിന്നെ അരക്കുന്നത് കൊണ്ട് അങ്ങനെ അരച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പിന്നെ മിക്സിയിൽ അരച്ചാലും മതി. അങ്ങനെ വറുത്തിട്ട് എല്ലാം കൂടെ മിക്സിയിൽ അരച്ചെടുത്താൽ മതി, വേഗമാവുമല്ലോ. അമ്മമ്മക്ക് നല്ല ഇഷ്ടമായി കേട്ടാ. അല്ലെങ്കിൽ അമ്മമ്മക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ല. നല്ല ഇഷ്ടമായി, നല്ല ഇഷ്ടമായി. അങ്ങനെ കറി എടുത്ത് തിന്നുമ്പോൾ അങ്ങനെ തിന്നണം, ആ നമുക്ക് സന്തോഷം. ഒരു മുറി തേങ്ങ കൂട്ടി. അമ്മമ്മ നല്ല അടിപൊളി ചിക്കൻ കറീന്റെ എക്സ്പേർട്ടാണ് കേട്ടോ. നമുക്കൊരു ദിവസം അമ്മമ്മേന്റെ ചിക്കൻ കറി ഉണ്ടാക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മേന്റെ ചിക്കൻ കറി. നമ്മ എത്ര വെച്ചാലും ആ ടേസ്റ്റ് കിട്ടൂല, അത്രയും നല്ല രസമാണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ചിക്കൻ കറി ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. പറ്റെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മല്ലിയും പച്ചമല്ലിയും മുളകും എല്ലാം വറുത്തരച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്നും പറഞ്ഞറിയിക്കണ്ടല്ലോ, അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.